ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം ശ്ലോകം 15. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാൽ സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. വേദങ്ങളുടെ ദിവ്യപ്രഖ്യാപനങ്ങളിലാണ് വൈദികാനുഷ്ഠാനങ്ങളടക്കം എല്ലാ പ്രവൃത്തികളും നിലകൊള്ളുന്നത്. വേദങ്ങളുടെ ഉത്ഭവമാകട്ടെ പരബ്രഹ്മത്തിൽ നിന്നും. സർവവ്യാപിയായ ഈ ബ്രഹ്മം എപ്പോഴും യജ്ഞത്തിൽ തന്നെ നിലകൊള്ളുന്നു. ഉദാഹരണത്തിന്, വെറുതെ ഒഴുകിപ്പോകുന്ന പുഴവെള്ളം അണകെട്ടി തിരിച്ചുവിട്ട് തരിശു നിലങ്ങൾ നനച്ച് കൃഷിക്ക് ഉപയോഗപ്പെടുത്താറുണ്ട് നാം. ത്യാഗവും പ്രയത്നവും കൊണ്ടേ അണക്കെട്ട് നിർമ്മിക്കുവാൻ സാധിക്കുകയുള്ളൂ. പണിതു കഴിഞ്ഞാൽ അത് കൃഷിയിറക്കുന്നതിന് അനുകൂലമായ സാഹചര്യം അഥവാ മഴയെ സൃഷ്ടിക്കുന്നു. നനയ്ക്കപ്പെട്ട ഭൂമിയിൽ മനുഷ്യർ വീണ്ടും പ്രയത്നിക്കണം. ഉഴുകുക, വിതയ്ക്കുക, കളപറിക്കുക, കാവലിരിക്കുക, കൊയ്യുക, ഇതെല്ലാം തൻ്റെ പ്രവൃത്തികളിലൂടെ ലാഭമായ അന്നം അനുഭവിക്കാറാകുന്നതിന് മുൻപ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കർമ്മചക്രം എങ്ങനെ ഘടിപ്പിച്ചിരിക്കുന്നുവെന്നും ഈശ്വരൻ വരെ അതിൽ ഉൾക്കൊള്ളുന്നുവെന്നും നമുക്കിവിടെ കാണിച്ചു തരുന്നു. ശ്ലോകം ഒരിക്കൽ കൂടി. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാൽ സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം.